ജയ് ശ്രീറാം. എല്ലാവരും ലൈവിൽ വരുന്നവരെ കാത്തിരിക്കാൻ നമുക്ക്. ഇന്ന് സത്സംഗത്തിന് വേണ്ടിയല്ല ലൈവ്. അടിയാൻ നരസിംഹ മൂവി കണ്ടു, ഇന്നലെ പോയി. എന്താ ഇങ്ങനെ ഒരു സിനിമ അടിയൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അതായത് ഭഗവാൻ ഇങ്ങനെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിലെ VFXും ആനിമേഷൻ എല്ലാം സൂപ്പറായിരുന്നു. എങ്ങനെ എനിക്കത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. അപ്പം ഇന്ന് രാവിലെ രാമായണം എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വൈകുന്നേരത്തായിരിക്കും ഇന്ന് രാമായണം എടുക്കുന്നത്. സോറി, ഇന്നും വൈകിട്ടും രാമായണം ഇല്ല കേട്ടോ, ക്ഷമിക്കണം. നാളെ ആയിരിക്കും രാമായണം കേട്ടോ. അന്നേരം നമ്മുടെ ആശ്രമത്തിലുള്ള കുറച്ച് ഭക്തരെ അത് കാണിക്കാൻ ഇന്നലെ കൊണ്ടുപോയി. ബാക്കിയുള്ള ഒരു കുറച്ച് ഭക്തരെയും കൂടി ഇന്ന് കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. എൻ്റെ ഒരു സ്വാർത്ഥത അതിൻ്റെ ഉള്ളിലുണ്ട്. അയ്യോ, എത്ര അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. അതുകൊണ്ട് രാമായണം നാളെ ആയിരിക്കും. പിന്നെ ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗവതം പോലെ തന്നെ അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് അതിലെ ആനിമേഷൻ പ്രഹ്ലാദനും നരസിംഹസ്വാമിയൊക്കെ ഇങ്ങനെ മുന്നേ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. അതിൻ്റെ ഡയലോഗ്സും വളരെ മനോഹരമാണ്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു മലയാളത്തിലായതുകൊണ്ട് ചിലപ്പം പെർഫെക്ഷൻ കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ ഒരു സിനിമയ്ക്ക് റിവ്യൂ കൊടുക്കുന്നത്. അതുകൊണ്ട് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. എല്ലാവരും പോയി കാണും, തീർച്ചയായിട്ടും കാണണം. കാരണം ഇത്രയും നല്ലൊരു സിനിമ ഈ കാലഘട്ടത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സിനിമയാണ്. എന്നാലും ഇന്നലെ നമ്മുടെ ആശ്രമത്തിലെ അന്തേവാസികൾ കുറച്ച് കുട്ടികളുമായിട്ട് പോയി. ഇന്ന് ബാക്കിയുള്ള അത് ആദ്യം വിചാരിച്ചു ഇനി മുന്നോട്ട് എപ്പോഴെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മുന്നോട്ട് വരെ സിനിമ കാണുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മളെ മലയാളികൾക്ക് ഇങ്ങനത്തെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. പൊതുവേ ഒരുപാട് കാശ് ചിലവാക്കി ഇത്രയും വലിയ ഒരു സിനിമ ഇറക്കുമ്പോൾ അത് വിജയിപ്പിക്കേണ്ട ഒരു കർത്തവ്യം നമുക്കുണ്ട്. മറ്റ് സിനിമകളെ പോലെയല്ല, ഇത് അതിഗംഭീരമാണ്. അത് അതിൻ്റെ ആ ടിക്കറ്റിൻ്റെ ചിലവ് ഒരു പാഴ്ചെലവായിട്ട് കാണരുത്. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. ഇതിലാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടാം നിങ്ങളുടെ അഭിപ്രായം. ഇതിനോടടക്കം ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലിടാം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു. അന്നേരം സസ്പെൻസ് പൊളിക്കുകയാണ്. പക്ഷെ എന്നാലും പറയാം, തുടക്കത്തിൽ കാണിക്കുന്നത് ദിതി ദേവിയാണ്. ഭാഗവത്തിൽ പോലെ തന്നെ ആദ്യം പ്രഭുപാജിക്ക് നന്ദി പറയുന്നുണ്ട്. പ്രഭുപാജി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നതാണ്. എന്നിട്ട് തുടക്കത്തിൽ ഇങ്ങനെ ദിതി ദേവി കശ്യപനോട് പറയുകയാണ് ആ ഒരു ഒന്നിക്കാനായിട്ടുള്ള ഇതിനു വേണ്ടി ഒരു അഭ്യർത്ഥന പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ കശ്യപൻ പറയുകയാണ്, ഇത് സന്ധ്യാസമയമാണ്, ഈ സമയത്ത് ഇങ്ങനെ ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ദിതി കൂട്ടാകത്തില്ല, ദിതി നിർബന്ധിക്കുകയാണ്. അങ്ങനെ അതിൽ വശംവദനായി കശ്യപൻ ദിതിയായിട്ട് ഒന്നിക്കുകയാണ്. അന്നേരം അതിനുശേഷം കശ്യപ പ്രജാപതി കുളിക്കാൻ പോയി. പിന്നെ അതിനുശേഷം വന്നതിന് ശേഷം അദ്ദേഹം ദിതിയെടുത്ത് പറയുകയാണ്, നിന്നിലൂടെ 2 ഏറ്റവും വലിയ മഹാ അസുരന്മാരായിരിക്കും പിറക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുന്നതാണ്. അവർ വളർന്ന മഹാദുഷ്ടന്മാരും. എന്നാൽ ഞാൻ ഇപ്പോൾ ലൈവിൽ വരുന്ന അവരോട് പറയുകയാണ്, ഞാൻ ഇന്നലെ മഹാവതാർ നരസിംഹ സിനിമ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയൊരു സിനിമ കാണുകയാണ്. സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരമാണ്. അന്നേരം നമ്മൾ ഭക്തരെല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഗോലോകം ഭക്ത കൂട്ടായ്മയിലുള്ള എല്ലാവരും പോയി അത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സിനിമയാണ്. കുട്ടികളെ എന്തായാലും കാണിക്കണം. കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഭക്തരാകും.
ഈശ്വരനിലൊട്ടും വിശ്വസിക്കാത്ത ആൾക്കാർ പോലും ഈ സിനിമ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അവർക്ക് ഈശ്വരൻ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം വരും. പക്ഷെ ശ്രദ്ധയോടുകൂടി കാണണം. എന്ന് ചിലടത്ത് പറയാറുണ്ട്, പാവയ്ക്കയെ കൊണ്ട് ഗംഗാജലത്തിൽ മുക്കിയാലും അതിൻ്റെ കയ്പ് മാറത്തില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അന്നേരം ഇങ്ങനെയുള്ള സിനിമകളിലൂടെ ആൾക്കാരുടെ ഉള്ളിൽ ആ വിശ്വാസം, കാരണം ഇന്നിപ്പോൾ കലിയുഗമാണ്, അന്നേരം കലിയുഗത്തിൽ എല്ലാവർക്കും ആ ദൃശ്യത്തിലാണ് കൂടുതൽ വിശ്വാസം. അന്നേരം ആ ദൃശ്യത്തിലൂടെ നമുക്ക് എന്തോ പറയുന്നത്, ഭാഗവത തത്വങ്ങളെ എല്ലാവരുടെ ഉള്ളിലും നിറയ്ക്കാൻ പറ്റും. അതിഗംഭീരമായിട്ടുള്ള സിനിമ. പിന്നെ നരസിംഹസ്വാമി ആ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, കാരണം ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഒരു സാധാരണ നമ്മൾ നരസിംഹന്റെ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടില്ല, അതേപോലെ തന്നെയായിരിക്കും. ഭഗവാൻ വരുന്നു, എന്നിട്ട് എല്ലാം കഴിഞ്ഞു പോകുന്നു, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ആ ലീലകളൊക്കെ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭഗവാൻ ഇങ്ങോട്ട് എൻട്രി ചെയ്തതിനു ശേഷം, ഓക്കെ, സ്മിത മതജി പറയുന്നു, ഐ ബുക്ക് ടിക്കറ്റ്സ് ഫോർ സൺഡേ ഈവനിങ്. യാ, പ്ലീസ് give your reviews, please submit your review in the group also. Okay, I think you'll watch in Hindi, right? Okay, so everybody should watch. എല്ലാവരും കാണണം ഈ സിനിമ. ഇപ്പോൾ ഈ ഗുരുവായൂരിൻ്റെ അടുത്തായിട്ടുള്ളത് ഒന്ന് ശോഭ സിറ്റി മോൾ അവിടെയും പിന്നെ കൊടുങ്ങല്ലൂർ അവിടെയാണ്. അവിടെ രണ്ടിടത്തുമാണ് ഈ സിനിമയുള്ളത്. നരസിംഹസ്വാമിയുടെ എൻട്രി ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു. എന്നിട്ട് സിനിമ വളരെ ഫാസ്റ്റാണ്, ലാസ്റ്റിലെ ആ ക്ലൈമാക്സ് ഒക്കെ. അതായത് ഭഗവാന്റെ ആക്ഷൻ സീൻസ് അങ്ങനെയാണ്, അതായത് അങ്ങനെ ആയിരിക്കണമല്ലോ, കാരണം ഇന്നത്തെ തന്നെ സിനിമയിലെ ആക്ഷൻ സീൻ ഇത്രയും ഫാസ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് ഭഗവാന്റെ അടിയും ഇടിയും ഒക്കെ എന്തുമായിരിക്കും അല്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. ഭഗവാന്റെ ആ വീര്യവും ശൗര്യവും ഒക്കെ കാണാൻ പറ്റും. അതിൽ ഞാൻ സസ്പെൻസ് പൊളിക്കുന്നതല്ല, പക്ഷെ ചില രംഗങ്ങളൊക്കെ ഞാൻ പറയുകയാണ്. ഉദാഹരണത്തിന് പ്രഹ്ലാദൻ ഇങ്ങനെ നരസിംഹസ്വാമി അവതരിക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ വിഷമിക്കും. അതായത് ഞാനൊരു അസുരകുലത്തിൽ ജനിച്ച ഒരു മാതൃ ഞാൻ കന്നഡയിൽ കണ്ടു, നല്ല സിനിമയാണ്, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിക്കുന്ന സമയത്ത് എല്ലാം കരച്ചിൽ വരികയാണ്, എല്ലാവരും പോയി കാണണം. വെരി ഗുഡ്. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസിലിടാം. നല്ല സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ശരിയാവത്തില്ല, അത്രയ്ക്ക് ഗംഭീരമാണ്. ചിലയിടത്തൊക്കെ ഭഗവാൻ ഇങ്ങനെ എന്താ പറയുക, പ്രഹ്ലാദനെ രക്ഷിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ ഇങ്ങനെ കരയുകയാണ്. പ്രഹ്ലാദൻ പറയുക, ഭഗവാനെ, ഞാൻ ദേവന്മാർക്ക് പോലും അങ്ങേ കാണാൻ കഴിയുന്നില്ല, പിന്നെ അസുരകുലത്തിൽ ജനിച്ച നീചനായി എനിക്ക് എങ്ങനെയാണ് അങ്ങേ കാണാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം ഭഗവാൻ ദർശനം കൊടുക്കുക. അതും അതിൻ്റെ ആ ഒരു അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, വളരെ മനോഹരമാണ്. അതായത് ഭഗവാൻ ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന പോലെയാണ് കാണുന്നത്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജമ്മെന്ന് പറഞ്ഞ് പ്രകടമാവും, പിന്നെ അപ്രത്യക്ഷമാവില്ല. ഇതങ്ങനെയല്ല, ആ പ്രകൃതിയായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേരും ഭഗവാൻ. അതായത് വരുന്നതും പോകുന്നതും നമുക്ക് അറിയത്തില്ല. പൊതുവെ തത്വം അനുസരിച്ച് നോക്കുമ്പോഴും ഭഗവാന്റെ ശരീരം സ്ഥൂല ശരീരമല്ലോ, സൂക്ഷ്മമാണ്. അതായത് പഞ്ചഭൂതങ്ങളെക്കാട്ടിയും മനസ്സ്, ബുദ്ധി, മിഥ്യ, അഹങ്കാരത്തെക്കാട്ടിയും ഭഗവാൻ സൂക്ഷ്മമാണ് ഭഗവാന്റെ ശരീരം. അതുകൊണ്ട് ഭഗവാൻ വരുന്നതും പോകുന്നതും നമുക്ക് അറിയത്തില്ല. ഉദാഹരണത്തിന് പ്രഹ്ലാദനെ ആ മുകളിൽ നിന്നും ഇങ്ങോട്ട് താഴോട്ട് എറിയുന്ന സമയത്ത് ഭഗവാൻ, ആ വായു തന്നെ ഭഗവാന്റെ കൈകളായിട്ട് മാറി ഭഗവാൻ പിടിക്കുകയാണ്. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ആ അഗ്നി തന്നെ ഭഗവാനായിട്ട് മാറുകയാണ്. അത് പ്രകൃതി ഭഗവാന്റെ നിയന്ത്രണത്തിലാണല്ലോ. പിന്നെ ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങളെ അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും പ്രഹ്ലാദ് എങ്ങനെ സ്നേഹിക്കുന്നു, പ്രകൃതി എന്തുമാത്രം സ്നേഹിക്കുന്നു, അതൊക്കെ കിടിലായിട്ട് കാണും. അതായത് ഒരു യഥാർത്ഥ ഭഗവത് ഭക്തൻ, കൃഷ്ണ ഭക്തൻ, ഗുരുവായൂരപ്പ ഭക്തൻ എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സത്സംഗം എടുക്കണമെന്നുണ്ടായിരുന്നു, ക്ഷമിക്കണം, ഇന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഇത് കാണണം. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം.
പിന്നെ ഇന്നലെ ആശ്രമ അന്തേവാസിയിൽ കുറച്ച് ഭക്തരുമായിട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ രാധാഷ്ടമിയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് മാതാജിമാരെല്ലാവരും പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും സിനിമ പോയാലോ എന്നൊരു ഇത്. അതുകൊണ്ട് ഇന്നും നമ്മുടെ ആശ്രമത്തിലെ കുറച്ച് ഭക്തരുമായിട്ട് ഇവിടെയും പോവുകയാണ്. പിന്നെ എൻ്റെ ചെറിയൊരു സ്വാർത്ഥത അതിനകത്തുണ്ട്. ഹരേ കൃഷ്ണ. ഒരു പ്രാവശ്യം കണ്ടാലൊന്നും മതിയാവത്തില്ല, അത്രയ്ക്ക് ഗംഭീര സിനിമയാണ്. പക്ഷേ എല്ലാവരും കാണുക കേട്ടോ. എല്ലാവരും കണ്ടവർ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ അവരുടെ അഭിപ്രായം അറിയിക്കണം. ഫാമിലിയായിട്ട് പോയി കാണണം. അതൊരു പാഴ്ചെലവായിട്ട് വിചാരിക്കരുത്. കാരണം അത്രയ്ക്ക് ഗംഭീര സിനിമയാണ്. പിന്നെ കുറച്ച് വിഷമമുണ്ട്, മറ്റ് അശ്ലീല സിനിമകൾക്കൊക്കെ ഇത്രയും പ്രൊമോഷൻസ് കൊടുക്കുന്നു, ഈ സിനിമ അധികം പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതിലൊരു വിഷമമുണ്ട്. പിന്നെ പ്രൊമോട്ട് ചെയ്താലും ഇല്ലെങ്കിലും വേൾഡ് വൈഡ് വലിയൊരു ഹിറ്റാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഈ സിനിമ. കാരണം ആ രീതിയിൽ അവർ അതിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പ്രഭുപാദ്ജിയുടെ നന്ദി പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. പ്രഭുപാദ്ജി, ഗൗരാംഗ് പ്രഭു ഒക്കെ. അന്നേരം നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരുപാട് ഭക്തർ ഇത് കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് വെച്ച് തന്നെ വലിയൊരു ലാഭം ആവുന്നത്. പിന്നെ ക്ലൈമാക്സ് കിടിലാണ്. ഞാൻ എല്ലാ സസ്പെൻസും പൊളിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് പോയി. ഈ സിനിമ ചിലപ്പം തിയേറ്ററിൽ നിന്ന് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലയാളികളുടെ കാൽക്കുലേഷൻ അറിയാമല്ലോ. അവരെപ്പോഴും പ്രോഫിറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ് നോക്കുന്നത്. അന്നേരം തിയേറ്റർ ഉടമകളൊക്കെ അയ്യോ കാലിയായിട്ട് കിടക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പം അവർ സിനിമ മാറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണുക. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ അടുത്തായിട്ട് ഞാൻ കാണുന്നത്, എന്നിട്ട് നമ്മൾ ആ ബുക്ക് മൈ ഷോയിൽ പോകുമ്പോൾ അതിൽ നിയറസ്റ്റ് ഏത് ലൊക്കേഷനിലാണ് ഇവിടെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് രണ്ടിടത്തേ ഉള്ളൂ. ഗുരുവായൂരിൽ അതില്ല. പിന്നെ തൃശ്ശൂർ ശോഭ സിറ്റി മോളും പിന്നെ ഗുരുവായൂരിൻ്റെ അടുത്തായിട്ട് ആണെങ്കിൽ പിന്നെ കൊടുങ്ങല്ലൂരേ ഉള്ളൂ. ഇനി മറ്റ് ഡിസ്ട്രിക്ട്സിൽ എവിടെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ തപ്പുക കേട്ടോ. എത്രയും പെട്ടെന്ന് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് സിനിമയാണ്. ഇതൊരു ടൈം പാസ് അല്ല. ഭഗവാനുമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കും ഈ ഒരു സിനിമ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ആ വിശ്വാസത്തെ, ഭഗവാനെക്കുറിച്ചുള്ള വിശ്വാസത്തെ ഉറപ്പിക്കാൻ ഇത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതൊരു തീർച്ചയായിട്ടും ഭഗവാന്റെ വേണ്ടി ചെയ്യുന്ന ഒരു സേവനം തന്നെയാണ് ഈ സിനിമ കാണിക്കുന്നത്. നമ്മൾ മണിക്കൂറോളം സംസാരിച്ചാലും ഈ ഒരു സിനിമ ഒരു പ്രാവശ്യം കണ്ടാലും അത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കാണുന്നതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഉണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവരും പോയി കാണുക കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പം സത്സംഗമില്ല. നാളെ ആയിരിക്കും സത്സംഗം. ഇന്ന് വൈകിട്ടും കുറച്ച് ഭക്തരെയും കൊണ്ട് പോകുന്നുണ്ട് അവിടെ കേട്ടോ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് എവിടെയാണോ സിനിമയുള്ളത് അവിടെ പോയി കാണും കേട്ടോ. കാരണം ചിലപ്പോൾ ഈ സിനിമ അവർ റിമൂവ് ചെയ്താലും നമുക്കറിയത്തില്ല. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് OTT പ്ലാറ്റ്ഫോമിൽ വന്നാലും മൊബൈലിൽ കാണുമ്പോൾ ഒരു ഇതില്ല. അതൊരു ഇങ്ങനെ ഭഗവാന്റെ സിനിമയാകുമ്പോൾ വലിയ സ്ക്രീൻ തന്നെ കാണും. ആ വലിയ സ്ക്രീനിൽ ഭഗവാൻ ഇങ്ങനെ വരുന്നതായിട്ടും ആ സൗണ്ട് എഫക്റ്റും അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് നമുക്ക് ഭഗവാനിലുള്ള ആ വിശ്വാസം വർദ്ധിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു സീനുണ്ട്. അതായത് പ്രഹ്ലാദ് ഇങ്ങനെ കരഞ്ഞു പറയും, ഭഗവാനെ എനിക്ക് അങ്ങേ കാണാനുള്ള ഒരു യോഗ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമല്ലോ. എന്നിട്ട് പ്രഹ്ലാദനെ ഇങ്ങനെ മടിയിലെടുക്കുന്നൊരു സീനുണ്ട്. എന്നിട്ട് അതിൽ ഭഗവാൻ ഇങ്ങനെ പ്രഹ്ലാദനെ തലോടിക്കൊണ്ട് പറയും, പ്രഹ്ലാദ, ഞാൻ നിന്നെപ്പോലുള്ള ഭക്തരുടെ ദാസനാണ്. അത് ആ ഒരു സീനിൽ നമ്മൾ കരഞ്ഞു പോകും. സത്യം പറഞ്ഞു, നമ്മൾ നാമം ജപിക്കുന്ന ഭക്തരാണെങ്കിൽ നമ്മുടെ ഹൃദയം ഭഗവാൻ നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ, ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യത ഭഗവാന് നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന്, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യത ഉണ്ടായിരിക്കണം എന്നൊക്കെ, ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, അതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് അതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറയുന്നത് ചിലപ്പം സീനിയറായിട്ടുള്ള ഭക്തർ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ആ സിനിമയുടെ സ്പീഡ് കാരണം നമുക്ക് പലതും മിസ്സാവും.
പ്രത്യേകിച്ച് ആക്ഷൻ സീൻസൊക്കെ. നമുക്ക് നരസിംഹം ഹിരണ്യകശിപുവിനെ കൊന്നു. നരസിംഹസ്വാമി ഹിരണ്യകശിപുവിനെ കൊന്നു, അത്രയേ ഉള്ള, അതേ നമ്മൾ അറിയൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഫൈറ്റ് സീൻസ് ഉള്ളത്, തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ ആ കലാകാരന്മാരുടെ സങ്കല്പമായിരിക്കും. പക്ഷേ ഒറിജിനൽ ഇതിനും അപ്പുറത്തായിരിക്കും, അത് ഉറപ്പാണ്. ഒറിജിനലി ഭഗവാൻ ഹിരണ്യകശിപുവായിട്ട് അടിച്ച സമയത്ത് ഇതിനും അപ്പുറത്തായിരിക്കണം. പക്ഷെ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിക്കാൻ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പൊതുവേ ഒരു പണ്ട് ഇതിനു മുമ്പേ ഉള്ള നരസിംഹസ്വാമിയുടെ സിനിമകളിലും സീരിയലിലും ഒക്കെ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അത് വലിയ സംഭവമായിരുന്നു. അതൊക്കെ നമുക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. പണ്ടത്തെ ഇന്നും ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ഭക്ത പ്രഹ്ലാദ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് കിടിലം സിനിമ. അതിൽ ആ പ്രഹ്ലാദിനെ കാണാൻ നല്ല രസമാണ്. ഇതിലും പ്രഹ്ലാദിനെ കാണാൻ നല്ല രസമാണ്. നല്ല കൊച്ചു കുട്ടിയായിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എന്തോ പറയാൻ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അവിടെ പണ്ടത്തെ ആ സിനിമ ഇപ്പം കാണുമ്പോൾ ഇന്നത്തെ ആ സിനിമയുടെ ഒരു ടെക്നിക്കലി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നാടകീയത തോന്നും പണ്ടത്തെ സിനിമ കാണുമ്പോൾ. പക്ഷെ ഇതുണ്ടല്ലോ, ഇന്ന് കാണുന്ന എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അടി നേരിട്ട് കാണാൻ പറ്റും. പിന്നെ തുടക്കത്തിൽ വരാഹസ്വാമിയും കാണിക്കുന്നുണ്ട് കേട്ടോ. വരാഹസ്വാമി അതിഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രഹ്മദേവനെയും എല്ലാ ദേവന്മാരെയും കാണാൻ നല്ല രസമാണ്. അതായത് പണ്ടൊക്കെ എന്ന് പറയാൻ ദേവന്മാരെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട് വന്ന ആൾക്കാരാണ്, ബാലേ ടീമിന്റെ ആൾക്കാരാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ആ ദേവന്മാരുടെ പവറൊക്കെ, ഒരു ഭക്ത പറയുന്നു സിനിമ കാണാൻ കൊണ്ടുപോകാൻ ആരുമില്ല. ഇങ്ങനെ അവിടെ തന്നെ ഇരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നു. മാത്രം ഇവിടെ തൃശ്ശൂരല്ലേ, ഭക്തർ ഇന്ന് വരുന്നുണ്ട്, വേണമെങ്കിൽ ബുക്ക് ചെയ്തോളൂ, എന്നിട്ട് വന്നാൽ മതി. അപ്പോൾ എല്ലാവരും വരുക. ഇന്ന് അടിയൻ വീണ്ടും പോകുന്നുണ്ട്. സത്യമായിട്ട് വീണ്ടും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഭക്തരെ കൊണ്ടുപോകാൻ വേറെ ആരുമില്ല, അതുകൊണ്ടാണ്. അന്നേരം അവരെ കൊണ്ടുപോയി പിന്നെ അവരെപ്പം കാണാനാണ് അല്ലേ. പിന്നെ തിയേറ്ററിൽ നിന്ന് അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ, കാരണം അവരവരുടെ ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിച്ച ഭക്തരാണ്. അന്നേരം അവർക്ക് ഇങ്ങനെയുള്ള ഭഗവാന് വേണ്ടി ഒരു ഭഗവാന്റെ സേവനം നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ഭക്തരാണ്. അന്നേരം ഇപ്പോഴ് എന്തോ പറഞ്ഞേ, ഇന്നലെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, എന്തുവാ ഞാനും കുട്ടികളൊക്കെ പോയപ്പം നിങ്ങളിവിടെ ഇരിക്കുക കേട്ടോ, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അവർ ഉള്ളിലിങ്ങനെ ഗുരു പറഞ്ഞത് കൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇന്നും ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് എല്ലാവരും ഇരുത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞപ്പം ഉള്ളിലൊരു വിഷമമുണ്ട്, പുറമേ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എപ്പോഴാണ് കാണുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഗുരുദേവ എപ്പം പറയുന്നു അപ്പം പോവാം എന്നൊക്കെ പറഞ്ഞ്, ഭഗവാന് നമുക്ക് അത് കാണണമെന്നൊരു യോഗം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞു. ഹരേ കൃഷ്ണ. അന്നേരം അങ്ങനെയുള്ള ഭക്തരാണല്ലോ ആദ്യം കാണേണ്ടത് അല്ലേ. അന്നേരം പ്രഹ്ലാദൻ്റെ ആ പാത പിന്തുടരുന്ന ഭക്തർ, പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവനം സമർപ്പിച്ച ഭക്തർ അല്ലേ. അന്നേരം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നു നമ്മുടെ അറ്റ്ലീസ്റ്റ് തൃശ്ശൂരിലുള്ള നമ്മുടെ ഭക്ത കൂട്ടായ്മയിലുള്ള എല്ലാവരും വരണമെന്ന്. പക്ഷെ ആരും വന്നില്ല. അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ഇത്രയൊക്കെ അടിയും പറഞ്ഞിട്ടും ആരും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയില്ലെന്നുള്ളതാണ്. അന്നേരം നമ്മളാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു ജനക്കൂട്ടം അവിടെ വരുമ്പോൾ ആ തിയേറ്ററുകാർക്കൊരു പ്രചോദനം തോന്നും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അത് ഒരു റിവ്യൂ ആയിട്ട് മാറും ഓട്ടോമാറ്റിക്കലി. അന്നേരം നമ്മുടെ ഭക്തരെന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യം വരുമ്പോഴത്തേക്ക് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ ഭഗവാന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അയ്യോ ദൂരമല്ലേ, ടിക്കറ്റിന് കാശ് പോകത്തില്ലേ എന്നൊക്കെ. അതേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമ്മൾ എന്തുമാത്രം കാശാണ് കളയുന്നത് അല്ലേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. മനസ്സിലായില്ലേ? അന്നേരം നമ്മളാണ് ആക്ച്വലി ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചു സത്യം ഒരു കൂട്ടം നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ഗുരുവായൂരിൻ്റെ അടുത്തുള്ള എല്ലാ ഭക്തരും എത്തുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ആരും വന്നില്ല. പക്ഷെ നമ്മളും വിട്ടുകൊടുത്തില്ല.
നമ്മളവിടെ കയ്യടി ലാസ്റ്റ് സീൻ നരസിംഹസ്വാമി എൻ്റർ ചെയ്തപ്പം മുതൽ തുടങ്ങിയ കയ്യടി. നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ കുറച്ച് ഓവറായിട്ട് എല്ലാവരെയും ഒന്ന് എന്തോ പറയുന്നേ ഒരു കുറച്ച് ഓവറായിട്ട് നമ്മൾ നമ്മുടെ ഇത് ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. എല്ലാവരെയും ഒന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ഉത്സാഹത്തോട് കാണണം. പക്ഷെ ഭഗവാൻ വന്നതോടുകൂടി നമ്മുടെ കൺട്രോൾ പോയി. അതെ, ഞാൻ ഇന്നലെ വിചാരിച്ചു നമ്മുടെ സീറ്റുകൾ മൊത്തം നമ്മുടെ ഭക്തരെ കൊണ്ട് നിറയണമെന്ന് വിചാരിച്ചു. വീണ്ടും എല്ലാവരും തെളിയിക്കുകയാണ് അവർക്ക് ഭഗവാനോട് സ്നേഹമൊന്നുമില്ലെന്ന്. എല്ലാവരും അവരുടെ പ്രഹ്ലാദൻ ഭഗവാന് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം അനുഭവിച്ചു. നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഒന്നുമില്ല. ഉത്സാഹത്തിനനുസരിച്ചാണ് നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഭഗവാന്റെ കാര്യത്തിൽ ഉത്സാഹമില്ലെങ്കിൽ പിന്നെ ഭഗവാന് നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഉത്സാഹം കാണുന്നത്? ഇതേ സമയത്ത് ബന്ധുമിത്രാദികൾ വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരും അറിയാതെ ചിലപ്പോൾ നിങ്ങൾ പോവുകയും ചെയ്യും. അയ്യോ അവരെ വിഷമിപ്പിക്കണ്ടല്ലോ, അവരും ഇതാവുമല്ലോ അതാവുമല്ലോ എന്നൊക്കെ. പക്ഷെ അതേ തിയേറ്ററിൽ ഭഗവാന്റെ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം പല പല കാരണങ്ങൾ, അത് എൻ്റേതല്ലേ അതാണ്. അന്നേരം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രഹ്ലാദൻ ഇത്രയും യാതനകൾ അനുഭവിച്ചിട്ടും ഉറച്ചു നിന്നു ഭക്തിയിൽ. ആ പ്രഹ്ലാദന് വേണ്ടിയാണ് ഭഗവാൻ ആ ഒരു നരസിംഹ രൂപം എടുക്കുന്നത്. അന്നേരം പ്രഹ്ലാദനെ പ്രകീർത്തിപ്പിക്കാനായിട്ട് എല്ലാവർക്കും ആ ഭക്ത ഇത് എൻ്റെ ഒരു നല്ലൊരു വിഷമമുണ്ട് എനിക്ക്. കേരളത്തിൽ മിക്കവാറും ചിലപ്പോൾ ഈ സിനിമ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അവരും ഒരു ഉത്സാഹം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഗോലോകത്തിലെ അവരെങ്കിലും, ഗോലോകം ട്രസ്റ്റിൻ്റെ നമ്മൾ ഭക്ത കൂട്ടായ്മ എങ്കിലും നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭഗവാന് വേണ്ടി ഗുരുവായൂർ ആസ്ഥാനമാക്കി ഗുരുവായൂരപ്പന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളെങ്കിലും ഒരു ഉത്സാഹം കാണിക്കണ്ടേ അല്ലേ? എന്തായാലും ഇന്നലെ ഒരുപാട് വിഷമമായി. പിന്നെ ഉടനെ പറയാം ആ കുട്ടികൾക്ക് സ്കൂളും അതൊക്കെ. എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് എന്ത് കിട്ടാണ് അല്ലേ? സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്നതല്ലേ? ഒരു ദിവസം ആ ഒരു കാരണം ഇതും ഒരു പ്രചരണമാണ്, നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ ഗ്രൂപ്പിൽ ഇത്രയൊക്കെ പറഞ്ഞു, എത്രയോ പ്രാവശ്യം പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും തമാശയായിട്ട് എടുക്കണം. ഒന്ന് ആലോചിച്ചു, ഒരു സന്യാസിയായിട്ട് ഒരു സിനിമയിൽ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ സ്ഥിരം പരിപാടി അല്ലേ, നമ്മൾ ഏത് കാര്യത്തിന് വിളിച്ചാലും അത് അയ്യോ ഇതാണ് വയ്യ, കൊണ്ടുപോകാൻ ആരും ഇല്ല, ഇങ്ങനെയാണ് എങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ തന്നെ ഒരു റിവ്യൂ ഇടണമെന്നുണ്ടായിരുന്നു, ഇന്നലെ തന്നെ ഒരു ലൈവായിട്ട് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആരോടും പറയാൻ പോകരുത്. സത്യം, ഏത് കാര്യത്തിനാണെങ്കിലും, രാധാഷ്ടമിയുടെ കാര്യമാണെങ്കിലും ജന്മാഷ്ടമിയുടെ കാര്യം, വരൂ സർവീസ് ചെയ്യൂ, ഇനി ആരോടും പറയുന്നില്ല. അവർക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടോ വന്ന് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ പിന്നെ വിട്ടേരെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ നിന്ന് സീരിയസ് അല്ലാത്ത എല്ലാവരും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് ഭക്തരോട് ചർച്ച ചെയ്തു, നമുക്ക് ഗ്രൂപ്പ് എല്ലാം ഡിസോൾവ് ചെയ്യണം, ഗ്രൂപ്പ് വേണ്ട. കാരണം എന്താണെന്നറിയാം, എന്തായാലും സീരിയസ് ആയിട്ടുള്ള സത്സംഗം കേൾക്കും, താല്പര്യമുള്ള സർവീസ് ചെയ്യുകയും ചെയ്യും, അത് മതി. ഇനി നല്ല സീരിയസ് ആയിട്ടുള്ള ഭക്തരാണെങ്കിൽ ആശ്രമത്തിൽ ഫുള്ളായിട്ട് വന്ന് ഭഗവാന്റെ സേവനം ചെയ്യും, ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിക്കും. അത്തരം ആരാണോ സീരിയസ് അവരെൻ്റെ കൺമുന്നിൽ എന്തായാലും വരും. അല്ലാത്തവരൊക്കെ വല്ലപ്പോഴൊക്കെ വന്നിട്ട് സ്വാമിജിയെ അനുഗ്രഹിക്കണമേ, സ്വാമിജിയെ അനുഗ്രഹിക്കണം. ഇത് തന്നെ. സ്വാമിജിയുടെ അനുഗ്രഹം വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം, കാശ് വേണം, സമ്പത്ത് വേണം, ഐശ്വര്യം വേണം, മക്കൾക്ക് നല്ല ഗതി ഉണ്ടാവണം, കൊച്ചുമക്കൾക്ക് നല്ല ഗതി ഉണ്ടാവണം. എന്നിട്ട് ഈ പറയുന്ന ആൾക്ക് നല്ല ഗതി എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുന്നില്ല. നല്ല ഗതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ കാശ് കിട്ടുക, പേര്, പ്രശസ്തി, അംഗീകാരം, അല്ലേ?
സമ്പത്ത് വ്യവസ്ഥ, പിന്നെ സ്വത്തുവകകൾ, ജോലിക്കയറ്റം, വിവാഹം, സന്താനലബ്ധി. അരെ, നമ്മളും അതേപോലൊക്കെ ഒരു ബോർഡ് വെച്ചാലുണ്ടല്ലോ ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറയും. പക്ഷെ ഇപ്പോൾ ഞാൻ ആശ്രമത്തിൽ ഇരുന്നാലും വാതിലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം താല്പര്യമില്ലാത്ത ആൾക്കാരോട് കാണാനോ ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയാൻ താല്പര്യമില്ല. അതേ സമയത്ത് ഭഗവാനോട് താല്പര്യമുള്ള 1000 ആൾക്കാരോട് സംസാരിക്കാനും ഞാൻ റെഡിയാണ്. ഭഗവാനോട് താല്പര്യമുള്ള ഒരാളോട് സംസാരിക്കാനും റെഡിയാണ്. പക്ഷെ എന്തോന്നും അറിയത്തില്ല, ഇപ്പം എന്തോന്ന് അറിഞ്ഞൂടാ, എൻ്റെ ഉള്ളങ്ങ് ഇങ്ങനെ ഒരു ഉള്ളങ്ങ് അകത്തോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ ഒരു പ്രചോദനം തോന്നുന്നില്ല. കാരണം ഭൗതികമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ആസക്തി വയ്ക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഗുരു എന്നുള്ള രീതിയിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഭൗതികമായിട്ട്. ശിഷ്യരുടെ ആധ്യാത്മിക പുരോഗതി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് അടിയൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ആ പറയുന്ന അമൂല്യമായിട്ടുള്ള കാര്യങ്ങളെ അവർ അമൂല്യമായിട്ട് കാണാതെ വരുമ്പോൾ നല്ല വിഷമമുണ്ട്. പിന്നെ ഇവരോട് എന്നൊക്കെ എന്തെങ്കിലും പറയണം, ഉഷ്ണഭൂമിയിൽ എന്തിനു വിത്തിടണം എന്ന് ഞാൻ അടിയൻ ചിന്തിച്ചു പോകാണ്. പക്ഷെ പിന്നെയും ഞാൻ ആ ഒരു നിരുത്സാഹതയൊക്കെ മാറ്റും. കാരണം ആചാര്യന്മാർ, അടിയന് പ്രഭുപാദ്ജി, ഗുരു മഹാരാജ്, ആ പ്രഭുപാദ്ജിയുടെ കാരുണ്യം കൊണ്ടാണ് അടിയൻ ഈ ഒരു മാർഗത്തിൽ വന്നത്. അന്നേരം ഈ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അടിയനെ കൊണ്ട് പറ്റുന്ന എല്ലാം അടിയൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പന് മാത്രമേ അറിയൂ ഞാൻ ഏതറ്റം വരെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി പോകുന്നുണ്ടെന്ന്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ വലിയ സംഭവമാണെന്ന് പറയുന്നതല്ല. എൻ്റെ വളരെ അടുത്തുള്ള ഭക്തർക്ക് അറിയാം ഞാൻ എന്തുമാത്രം സാക്രിഫൈസ് ഭഗവാൻ ചെയ്യും. അത് ഒരു കണക്ക് പറയുന്നതല്ല. പക്ഷേ ഞാൻ അത്രത്തോളം എൻ്റെ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആരെൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ. ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നെനിക്ക് ചിന്തിക്കാൻ താല്പര്യമില്ല. ഗുരുവായൂരപ്പന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അടിയൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് അടിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഭക്തർക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. ഭഗവാന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് ആ ഒരു ഉത്സാഹം കാണിക്കാതിരിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഏതൊരു കാര്യം പറഞ്ഞാലും ഒരു ഉദാസീന ഭാവം. കുലശേഖര അൽവാർ പറയുന്നു, ഭക്തിക്ക് തടസ്സമായിട്ടുള്ളത് ആലസ്യം, മടി. ആ ഒരു മടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ പെട്ടെന്ന് കിട്ടുമെന്നാണ്. രൂപഗോസ്വാമി പാദം പറയുന്നു, നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കണമെങ്കിൽ ലൗല്യം വേണം, അത്യാഗ്രഹം വേണം, ഭഗവാനോടുള്ള അഭിനിവേശം അതിശക്തമാകും. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയൂ. ആ ഒരു സ്പിരിറ്റ് എല്ലാവരിലും കാണാതാവുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ ആ ഒരു ഉത്സാഹം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും അടിയൻ കണ്ടില്ല. അതൊരു വിഷമിച്ചിട്ടാണ്. കാരണം ഇത്രയും ദീക്ഷയെടുത്ത ഭക്തരുടെ ഉള്ളിലും ഒരു ഉത്സാഹം കാണുന്നില്ല ഭഗവാന്റെ സേവനം ചെയ്യാൻ. ഇനി അഥവാ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിലും അതിൻ്റെ പുറകിൽ അവർക്ക് പല പല അജണ്ടകളുണ്ട്. അതിന് പകരമായിട്ട് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് മടുത്തപ്പോഴാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്. അവിടെയും അടിയൻ സെയിം പ്രശ്നം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനും ഇതൊക്കെ തുടങ്ങേണ്ട എൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചിലപ്പം ചിന്തിച്ചു പോകാം അല്ലേ.
നമ്മൾ നമ്മുടെ കാര്യം നോക്കി നാമം ജപിച്ച് മുന്നോട്ട് പോവുക, സത്സംഗം എടുത്ത് മുന്നോട്ട് പോവുക. ഒരു പ്രസ്ഥാനം തുടങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. എനിക്കായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഭഗവാന്റെ നാമം ജപിച്ച് സത്സംഗം എടുത്ത് ഒരുവിധം മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ഭക്ത കൂട്ടായ്മ, ഈ ഒരു പ്രസ്ഥാനം എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. രാധാഷ്ടമി പോലും ഇത്രയും വലിയ രീതിയിലൊരു പൊങ്കാലയായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ രാധാറാണിക്ക് വേണ്ടി അഭിഷേകം ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് കീർത്തനം പാടുക, രാധാറാണിയുടെ നാമം ജപിക്കുക, ഹരേ കൃഷ്ണ ജപിക്കുക, രാധാഷ്ടമി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. സിമ്പിൾ. രാധാറാണി ഹാപ്പിയോ? രാധാറാണിക്ക് ഒരിക്കലും പറയത്തില്ല എനിക്ക് പറ്റി വലിയ രീതിയിൽ ചെയ്യണമെന്ന്. ഗുരുവായൂരപ്പനും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കത്തില്ല വലിയ രീതിയിൽ ഇങ്ങനെ ചെയ്യണമെന്ന്, ആർഭാടമൊന്നും. കാരണം ഗോലോകത്തിൽ ആർഭാടം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഭഗവാനായിട്ട് കൊടുക്കാൻ കഴിയുക? അവിടെ എല്ലാം സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും ഒക്കെ മണിമാളികകളാണ്. വലിയ വലിയ അമൂല്യ കല്ലുകളുടെ മണിമാളികയിലാണ് ഭഗവാൻ താമസിക്കുന്നത്. അന്നേരം ഇവിടുത്തെ രാധാഷ്ടമി നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അണ്ണാനെ കൊണ്ട് ഒരു സേതു നിർമ്മിക്കാൻ, പാലം നിർമ്മിക്കാൻ അണ്ണാൻ രാമനെ സഹായിക്കുന്ന പോലെയാണ് അത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും? ഇപ്പോൾ ഉദാഹരണത്തിന് രാധാറാണിയെ അനുഗ്രഹിക്കുകയാണെങ്കിൽ പ്രാവശ്യം 1000 പൊങ്കാലയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യത്തെ വർഷം 108 പൊങ്കാലയായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം 500 പൊങ്കാലയായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഒരു 1008 പ്ലാൻ ചെയ്യുന്നത് പൊങ്കാല. അന്നേരം ഇത്രയും നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? അത് എല്ലാവർക്കും, ആ ഒരു 1008 പേർക്ക് രാധാഷ്ടമി ദിവസം രാധാറാണിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഓരോ പ്രസ്ഥാനങ്ങളും അവർ ഇത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത്രയാണ് ആക്ച്വലി ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഇത്രയും ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ, പക്ഷെ ഇത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണക്ക് പറയുന്നതല്ല, ഇത്രയും ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും നമുക്കില്ല, പക്ഷെ ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 5 വർഷമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഇല്ല, ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ല നമുക്കിതുവരെ. പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇതെല്ലാവരും മനസ്സിലാക്കും. അത് നിങ്ങൾ ഓരോ ഭക്തർക്കും വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ടും സത്സംഗം കേട്ടിട്ടൊന്നും ഇതൊന്നും അകത്തോട്ട് കയറിപ്പോയില്ലെങ്കിൽ പിന്നെ അത് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. പക്ഷേ സിനിമയുടെ കാര്യത്തിൽ പോലും ഒരു ഉത്സാഹമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൂടെ? ശരി, സത്സംഗത്തിന് വിളിക്കുമ്പോഴും ഇവിടെ സർവീസിന് വിളിക്കുമ്പോഴും ഒക്കെ അമാന്ത്യം കാണിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതിന് നിങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറയല്ലേ, ഒന്നും പറയാനില്ല. അത് യോഗം ഇല്ലെന്ന് കരുതാം അല്ലേ? ഞാൻ ഇടയ്ക്ക് മെസ്സേജിൽ പറഞ്ഞ പോലെ പഠിപ്പിക്കാനൊരു യോഗം എനിക്ക് വേണം അല്ലേ? അത് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്കും ഒരു യോഗം വേണം. ആ യോഗം ഉള്ളവർക്ക്, യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സാങ്ഷൻ, ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഭഗവാന്റെ സാങ്ഷൻ ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല അല്ലേ? പഠിപ്പിക്കാനുള്ള യോഗവും പഠിക്കാനുള്ള യോഗവും ഇത് രണ്ടും വേണം. മനസ്സിലാക്കാൻ യോഗം വേണം, മനസ്സിലാക്കിപ്പിക്കാൻ അല്ലേ? അതിൻ്റെ യോഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ അതിൻ്റെ സാങ്ഷൻ ഭഗവാൻ തരാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും ഗുരുദേവ് എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തോ ഒരു സാഡിസ്റ്റിനെ പോലെ എപ്പോഴും ഇങ്ങനെ വിഷാദത്തോടുകൂടി. കാരണം ഞാനിപ്പോൾ കണ്ണൊക്കെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യമായിട്ട് ഒരുപാട് വിഷമത്തിലാണ്. വിഷമം ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ടെൻഷനൊന്നും അല്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഭക്തര്, പുറത്തുള്ളവരൊക്കെ പുതിയ ഭൗതികതയിൽ മുങ്ങി ജീവിക്കുന്ന ആൾക്കാർ, അപ്പം ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഇവർക്ക് വേണ്ടി കൊടുത്ത ടൈമും എനർജിയും ചിലപ്പം പുതിയ ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ആയനെ, അത് ചിലപ്പം കുറച്ചും കൂടെ റിസൾട്ട് കിട്ടിയേനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുകയാണ്.
നമ്മൾ ഓൾറെഡി ഹരേക കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഓരോ ഭക്തരുടെയും ആ സ്വാർത്ഥതയെ അതൊക്കെ കണ്ട് മടുത്തിരിക്കുകയാണ്, മത്സരതാ ബുദ്ധിയൊക്കെ കണ്ട്. അത് അറ്റ്ലീസ്റ്റ് എൻ്റെ ശിഷ്യർ തമ്മിലെങ്കിലും ഒരു ഐക്യവും മത്സരതയും ഇല്ലാതെ ഒരു പരിശുദ്ധ ഭക്തിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത, ഒരു ഇത് കാണുമ്പോൾ ഒരു ഒരു ടീച്ചറിനുണ്ടാവുന്ന സന്തോഷം, ഒരു അച്ഛനുണ്ടാവുന്ന സന്തോഷം. പക്ഷെ അതിൽ നിന്നും ഞാൻ ഹരേ കൃഷ്ണ, ഈ ലോകത്ത് ഗുരു എന്നുള്ള രീതിയിൽ എൻ്റെ ആകെയുള്ളൊരു സ്വത്ത് ശിഷ്യരാണ്. ഭഗവാൻ അതിൽ നിന്നും എന്നെ വിരക്തനാക്കുകയാണെന്നാണ് തോന്നുന്നത്. അത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആസക്തിയല്ല. ശിഷ്യരെന്ന് പറഞ്ഞാൽ അവരിലൊരു താല്പര്യം ഗുരുവിന് എപ്പോഴും കാണാൻ പറ്റും. പക്ഷേ ആ ഒരു, ഞാൻ ഇവിടെ ഒരിക്കലും സെന്റിമെന്റൽ അടിക്കുന്നില്ല, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതല്ല. സത്യമായിട്ടും ഞാൻ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗിലാണ് നിൽക്കുന്നത്. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭഗവാൻ അടിയൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ പ്രഭുപാദ്ജി ആദ്യ കാലഘട്ടങ്ങളിൽ റീച്ച് ചെയ്യാൻ എങ്ങനെ കഷ്ടപ്പെടുന്നോ ആ ഒരു വിഷമം ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എനിക്ക് ഇത് ഒരിക്കലും തോന്നിയിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. പ്രഭുപാദ്ജി ആദ്യ കാലഘട്ടത്തിൽ എന്ത് വിഷമം അനുഭവിച്ചോ അതെനിക്ക് പുള്ളിന്ന് ഇങ്ങനെ തോന്നുകയാണ് സത്യം പറഞ്ഞു. ഒറ്റയ്ക്ക് ഓരോ ഇവിടെയൊക്കെ പോയി പ്രചരണം ചെയ്യാൻ കഷ്ടപ്പെടുന്ന അതൊക്കെ എനിക്ക് ഇപ്പോൾ ഉള്ളിൽ നിന്ന് വരികയാണ്. കാരണം ഞാനിത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്നോ ഒരു ഗുരുവായിട്ട് ദീക്ഷ കൊടുക്കണമെന്നോ അതൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ച കാര്യങ്ങൾ പോലുമില്ല. പക്ഷേ ഭഗവാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. അത് ഞാൻ ചിന്തിക്കുന്നതിനും കാക്ഷിക്കുന്നതിനും അപ്പുറത്തായിട്ടാണ് ഗുരുവായൂരപ്പൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ഇന്നും അടിയൻ്റെ കൂട്ടത്തിലുണ്ട്. രാധാറാണിയുടെ അനുഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം നൽകാനും തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയാണ് ഞാൻ തോറ്റു പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ കൂടുതൽ ഭഗവാൻ എന്ത് ചെയ്യാനാണ്, അടിയനും എന്ത് ചെയ്യാനാണ് അല്ലേ? ഗുരു പരമ്പരയ്ക്ക് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുക അല്ലേ? ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഗുരു തോറ്റുപോകുന്ന എപ്പോഴാന്ന് വെച്ചാൽ ശിഷ്യര് ഗുരുവിനെക്കാട്ടിയും ബെറ്റർ ആകുമ്പോഴല്ല ഗുരു തോക്കുന്നത്. ഗുരു നൽകിയ എല്ലാ ശിക്ഷണങ്ങളും വെറുതെ ആയിപ്പോയി എന്ന് ഗുരുവിന് തോന്നുമ്പോഴാണ് ഗുരു തോറ്റുപോകുന്നു. ഒരു പക്ഷെ ചിലപ്പോൾ വലിയൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടായി വലിയൊരു കെട്ടിടമൊക്കെ വാങ്ങിക്കാനോ അതിനൊക്കെ ചിലപ്പം ഭഗവാൻ മുന്നോട്ട് നമ്മളെ സഹായിക്കും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. ഞാനൊരിക്കലും അസറ്റ്സ് ആയിട്ട് കാണുന്നത് കെട്ടിടങ്ങളെയോ ബാങ്ക് അക്കൗണ്ടിലെ കാശുകളെയോ അല്ല. എത്രത്തോളം ആൾക്കാർ കേരളത്തിലുള്ളവർ എന്നെ അറിയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, അതായത് ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള എത്ര കൂട്ടം ഭക്തര് അടിയൻ്റെ കൂട്ടത്തിൽ കൺമുന്നിലുണ്ട്. അതാണ് ഞാൻ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണുന്നു. അല്ലാതെ കെട്ടിടങ്ങളും ബാങ്ക് അക്കൗണ്ടിലെ കാശും പേര്, പ്രശസ്തി, പദവി അതൊന്നുമല്ല റിയൽ അസറ്റ്. റിയൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ത കൂട്ടായ്മയാണ്. ഭഗവാനെ സ്നേഹിക്കുന്ന, ഗുരു പരമ്പരയെ ഹൃദയാംഗതമായിട്ട് സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് രാധാറാണിക്കും വേണ്ടി ഗുരുവായൂരപ്പനും വേണ്ടി ജീവിതം സമർപ്പിച്ച് ഭഗവാന് വേണ്ടി, അത് നേരിട്ട് ഇവിടെ വരണമെന്നില്ല. എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട്, ലോകത്തിൻ്റെ ഏത് കോർണറിൽ ഇരിക്കുകയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന് വേണ്ടിയും രാധാറാണിക്ക് വേണ്ടിയും ഗുരു പരമ്പരയ്ക്കും വേണ്ടി എത്രത്തോളം സാക്രിഫൈസുകൾ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്യാൻ തുടിക്കുന്ന ഒരു ഹൃദയമുണ്ടോ,
അതാണ് ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം ഇപ്പോഴും തുടിക്കുന്നുണ്ട്. തുടിക്കാത്ത ഹൃദയം, ഞാൻ നരസിംഹസ്വാമി അവസാനം അവനെ കീറി, ഹിരണ്യകശിപുവിനെ കീറിയിട്ട് ഹൃദയം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ ടക്ക് 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 ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഹാർട്ട് ബീറ്റ് അത് പല ആൾക്കാർക്കും പലതിനും വേണ്ടിയാണ്. ഭഗവാന് വേണ്ടിയും ഗുരു പരമ്പരയ്ക്കും വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം, ചങ്കിടിപ്പ് അല്ലേ, ചങ്കിലൊരു ഇടിപ്പ്, ഇത് ആർക്ക് വേണ്ടി ഇടിക്കുന്നു, ആർക്ക് വേണ്ടി തുടിക്കുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹാർട്ട് ഓരോ നിമിഷവും ആർക്ക് വേണ്ടി ബീറ്റ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ ലോകത്ത് പോകുന്നത്? ശരിയാ, പുതിയ ഒരാളാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന്. പക്ഷെ ഇത്രയൊക്കെ സത്സംഗം കേട്ട് ഇത്രയൊക്കെ മുന്നോട്ട് പോകാനുള്ള കഴിവുകൾ ഉണ്ടായിട്ടും വഴി ക്ലിയറായിട്ടും മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ ഒരു വിഷമമാണ്. എനിവേ, കുഴപ്പമില്ല, വിഷമിക്കേണ്ട, നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഒരുപാട് അതിൽ പ്രാധാന്യതയുണ്ട്. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണുന്നത്. അത് ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാത്തിലും ഒരു ഉത്സാഹം കാണിക്കാതെ പിന്നെ നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞ് അടയ്ക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ലേ? ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും, അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്നലത്തെ കാര്യം പറഞ്ഞത്. അതായത് നമ്മൾ ആ തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അവിടെ എല്ലാം നമ്മുടെ കുറച്ച് തൃശ്ശൂർ ഗുരുവായൂരിലുള്ള ഒരു കൂട്ടം ഭക്തർ അവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആരും കാണാതായപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം, ഭൗതികതയിൽ ഭഗവാൻ വന്നാൽ പോലും ഭഗവാനോട് താല്പര്യം കാണിക്കുന്നില്ല. ഭഗവാനെ മാറ്റിവെച്ച് ഭൗതികതയിൽ മുങ്ങി ജീവിക്കുകയാണ്. ഇനി ആ ഭൗതികതയിൽ ഭഗവാൻ വന്നാലും ആ ഭഗവാനോടും താല്പര്യമില്ല. ഹരേ കൃഷ്ണ. അതായത് സാധാരണ ഭഗവാൻ വേഷത്തിൽ മായാദേവിയാണ് എപ്പോഴും വരുന്നത്. അന്നേരം ഭഗവാൻ മായാദേവിയുടെ വേഷത്തിൽ വന്നാൽ പോലും ആ മായയോട് നമുക്ക് താല്പര്യമില്ലെന്നുള്ളതാണ്. അതാണ് ഞാനിങ്ങനെ, അന്നേരം ഇവരെയൊക്കെ നന്നാക്കാൻ ഇനി ഭഗവാൻ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനുള്ളത്? ഇതിൽ കൂടുതൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? അന്നേരം ഭഗവാനെ മറന്ന് ഓരോ സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട്, ഭക്തരും കാണുന്നുണ്ട്. പക്ഷേ അതേപോലെ ഭഗവാൻ ഒരു സിനിമയായിട്ട് വരുമ്പോഴും അതിൽ താല്പര്യം കാണിക്കുന്നില്ല. അന്നേരം എത്രത്തോളം ആൾക്കാർ അതപ്പതിച്ചു പോയി എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. കുഴപ്പമില്ല, എല്ലാവരും വിഷമിക്കരുത്, സന്തോഷമായിട്ടിരിക്കുക. ഇനി പ്രതീക്ഷകൾ വയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് നിരാശ അനുഭവപ്പെടുന്നത്. സന്യാസി എന്നുള്ള രീതിയിൽ എല്ലാ ഭൗതിക പ്രതീക്ഷകളും വിട്ടാലും ഗുരു എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ആധ്യാത്മിക പ്രതീക്ഷകൾ വയ്ക്കും. ശിഷ്യരുടെ പുരോഗതി, ശിഷ്യർ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് ഗുരുവിന് ഒരുപാട് സന്തോഷമാണ്. ആത്മാർത്ഥമായിട്ട് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശിഷ്യർ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതാണ് ഒരു ഗുരുവിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, ബഹുമാനം, ബഹുമതി എന്ന് പറയുന്ന ഗുരുദക്ഷിണ എന്ന് പറയുന്നു. പക്ഷെ ശിഷ്യര് അവരുടെ നന്മ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അത് വലിയൊരു വിഷമമാണ്. അത് പ്രത്യേകിച്ചും ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തായാലും പറ്റുമെങ്കിൽ പോയി കാണുക, പോയി കണ്ടാൽ നന്നായിരിക്കും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പറ്റുന്ന പോലെ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. ഇനി ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ഉത്സാഹത്തോടു കൂടി ചെയ്യാനും നിർബന്ധിക്കത്തില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ചെയ്യട്ടെ. ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം, ചെയ്തില്ലെങ്കിൽ
അവർക്ക് തന്നെ നഷ്ടം അല്ലേ. ഇന്ന് വൈകിട്ടും സത്സംഗം ഇല്ല, നാളെ രാവിലെ ആയിരിക്കും അടുത്ത സത്സംഗം കേട്ടോ, 7 മണിക്ക്. ഹരേ കൃഷ്ണ. नरसिंहदेव भगवान की जय, प्रहलाद महाराज की जय.